ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ ട്രിപ്പ് പോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എവിടെയാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. നമ്മളപ്പോൾ പോണത് വേളാങ്കണ്ണിയിലേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഭരണങ്ങാനം, പട്ടുമല, തേനി, വേളാങ്കണ്ണി, പിന്നെ പോകുന്ന വഴിക്കൊന്ന് ജസ്റ്റ് പഴനി ടച്ച് ചെയ്തിട്ട് പോരും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭരണങ്ങാനത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ പട്ടുമലയിലാണ് എത്തിയേക്കണം. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 1:30 ആ ഒരു സമയത്താണ് എത്തിയത്. അപ്പോൾ ചോറ് പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു വീട് പോലെയുള്ള ഒരു സ്ഥലത്താണ് കഴിച്ചത്. ചോറിന് കറി ഉണ്ടായിരുന്നത് പൈനാപ്പിൾ ചാറും പിന്നെ അരിവിറച്ചിയായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറും അച്ചിങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും എടുത്തില്ല. പട്ടുമലയിൽ എപ്പോഴും എത്താൻ നേരത്ത് ഉച്ചയാവാറുണ്ട് കേട്ടോ. എപ്പോഴും ഉച്ച ഒരു സമയത്ത് വരാൻ നേരത്ത് പള്ളിയുടെ പുറകിൽ തന്നെ ഒരു ക്യാൻറ്റീൻ പ്ലസ് ഒരു ഹാൾ പോലെ ഉണ്ട്. അവിടെ ഇരുന്നിട്ടാണ് എപ്പോഴും ഭക്ഷണം കഴിക്കാറ്. പള്ളിയുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഹാളുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ ചെന്ന സമയത്തും നന്നായിട്ട് കോട ഇറങ്ങുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ. പട്ടുമല പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ തണുപ്പും നല്ലൊരു ശാന്തതയും അങ്ങനെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബസ്സിന് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബസ്സിൽ വരുന്ന കൂടുതലും പട്ടുമല കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ട്രെയിനിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. ഈ തേയിലത്തോട്ടങ്ങളും തണുപ്പും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്കും മൂന്നാർ നിൽക്കണ പോലെ ഒരു ഫീലാണ്. ഇടുക്കി ജില്ലയിൽ പീരുമേടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമാണ് ഈ പട്ടുമല മാതാ തീർത്ഥാടന കേന്ദ്രം. തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ദേവാലയം കൊച്ചു വേളാങ്കണ്ണി എന്നറിയപ്പെടുന്നു. ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത് പട്ട് നേർച്ചയാണ്. പൂർണ്ണമായും ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. മറിയത്തിന്റെ പിറവി തിരുനാളായി ആഘോഷിക്കപ്പെടുന്ന സെപ്റ്റംബർ 8-നാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാൾ. പട്ടുമല എന്നാൽ പട്ടുകൊണ്ട് പൊതിഞ്ഞ മല, സിൽക്കി ഹിൽ എന്നാണ് അർത്ഥം വരുന്നത്. പരുന്തുംപാറ വ്യൂ പോയിന്റ്, വാഗമൺ, തേക്കടി എന്നിവയാണ് ഇവിടെ അടുത്തുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഈ മരത്തിൽ കുറേ കൊന്തകൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ലേ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്തത് ഇനി തേനിയിലേക്കാണ് പോണേ. അപ്പോൾ ബസ്സിൽ ലോക സിനിമയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റ ബൈ, സീ യു.